ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ, കൂടെ ഒരു ലൈക്കും കൂടി. ഈ കടുത്ത വേനൽക്കാലത്ത് നമുക്ക് കിച്ചണിൽ അധിക നേരമൊക്കെ നിന്ന് ഭക്ഷണം ഉണ്ടാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണല്ലേ. അതുപോലെ തന്നെ കൂടുതൽ സ്പൈസി ആയിട്ടുള്ള ഭക്ഷണം കഴിക്കുന്നതും ബുദ്ധിമുട്ടാണ്. എന്നാൽ ആഴ്ചയിൽ 2-3 ദിവസം ഇതുപോലെ ലൈറ്റായിട്ടുള്ള ഭക്ഷണം കഴിക്കുന്നത് ശരീരത്തിന് വളരെ നല്ലതാണ്. വളരെ സ്വാദിഷ്ടമായ ലൈറ്റായിട്ടുള്ള കേർഡ് റൈസാണ് ഇന്നത്തെ റെസിപ്പി. കൂടെ നല്ലൊരു മാംഗോ സലാഡുമുണ്ട്, ഫ്രൂട്ട് സലാഡുമുണ്ട്. ഇതുണ്ടാക്കാനായിട്ട് പച്ചരിയാണ് എടുത്തത്. ഇത് സോന മസൂരി റൈസാണ്. 1/2 കപ്പ് റൈസാണ് അരമണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വച്ചിരുന്നു. കേർഡ് റൈസ് ഉണ്ടാക്കുമ്പോൾ പാലൊഴിച്ച് അരി വേവിച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. 1/2 കപ്പ് അരിക്ക് വേണ്ടി 1/2 കപ്പ് പാലും 1/4 കപ്പ് വെള്ളവുമാണ് ചേർത്തത്. ഇത് ഞാൻ റൈസ് കുക്കറിലാണ് ഉണ്ടാക്കുന്നത്. സാധാരണ കുക്കറിലാണെങ്കിൽ 2 വിസിൽ കേൾപ്പിക്കാം. ഈ റൈസ് വേകുന്ന സമയം നമുക്ക് സലാഡ് ഉണ്ടാക്കാം. മാംഗോ സലാഡാണ് ഉണ്ടാക്കുന്നത്. സാധാരണ സാലഡിൽ നിന്ന് വ്യത്യസ്തമായിട്ട് മധുരവും പുളിയും ഉപ്പും എരിവും ഒക്കെ ഉള്ള ഒരു സലാഡാണ് ഇത്. മാങ്ങ തൊലിയൊന്നും ചെത്തിക്കളയണ്ട, കട്ടിയുള്ള തൊലിയാണെങ്കിൽ ചെത്തിക്കളയാം. അധികം പുളിയില്ലാത്ത ഈ കിളിച്ചുണ്ടൻ മാങ്ങയുണ്ടല്ലോ, അതാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഈ മാങ്ങ പച്ചയുമല്ല പഴുത്തതുമല്ല, അങ്ങനത്തെ ഒരു പരുവമാണ്. ഇതിൻ്റെ കൂടെ കുക്കുംബറും ടൊമാറ്റോയും പച്ചമുളകും സവാളയും ഇഞ്ചിയും മല്ലിയിലയും ലെറ്റ്യൂസ് ലീഫും ഒക്കെ ചേർത്താണ് സലാഡ് ഉണ്ടാക്കുന്നത്. എല്ലാം കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ റൈസ് റെഡി ആയിട്ടുണ്ട്. കുക്കർ ഓഫായി. നല്ല പാകത്തിന് വെന്തിട്ടുണ്ട്. ഒട്ടും തന്നെ വെള്ളമൊന്നുമില്ല. നല്ല ഡ്രൈ ആയിട്ടാണ് കിട്ടിയത്. അരി വേവിക്കുന്ന സമയത്ത് കുറച്ച് വെന്ത് പോയെന്ന് വെച്ച് കുഴപ്പമൊന്നുമില്ല. അതുപോലെ ഇതിൽ കുറച്ച് വെള്ളം ഉണ്ടെന്ന് വെച്ചും കുഴപ്പമൊന്നുമില്ല. കഡ് റൈസ് അല്ലേ, കുറച്ച് ലൂസായിട്ടിരിക്കുന്നതും നല്ലതാണ്. ഇതൊന്ന് പെട്ടെന്ന് തണുക്കാനായിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി സലാഡിന് അരിഞ്ഞു വെച്ചിരിക്കുന്ന സാധനങ്ങളെല്ലാം കൂടി ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് അതിൽ കുറച്ച് മസാലയൊക്കെ ചേർക്കാനുണ്ട്. ഇപ്പോൾ മാങ്ങയുടെ സീസണല്ലേ, മാങ്ങ ചേർത്ത് പലതരത്തിലുള്ള സാലഡ്സ് തയ്യാറാക്കാം. ഇത്രയും സാലഡ് കൊണ്ട് 3-4 പേർക്ക് സുഖമായിട്ട് കഴിക്കാം. ഇതിനെ ഒന്ന് സ്പൈസി ആക്കണം. അതിനായിട്ട് കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ചാട്ട് മസാല ഇല്ലെങ്കിൽ കുഴപ്പമില്ല, ചേർക്കണ്ട. ജീരക പൗഡർ, ചില്ലി ഫ്ലേക്സ്, ആവശ്യത്തിന് ഉപ്പ്. കുറച്ചുകൂടി ടേസ്റ്റ് കൂട്ടാനായിട്ട് കുറച്ച് കപ്പലണ്ടിയും കുറച്ച് എള്ളും ചേർക്കാം. ഇത് രണ്ടും ഉണ്ടെങ്കിൽ ചേർത്താൽ മതി, നിർബന്ധമൊന്നുമില്ല. നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഉപ്പും പുളിയും എരിവും മധുരവും എല്ലാം ഉണ്ട്. അടിപൊളി ടേസ്റ്റാണ് ഈ ഒരു സലാഡിന്. ഇതുകൊണ്ട് നമുക്ക് ചോറിൻ്റെ കൂടെയും ചപ്പാത്തി എന്തിൻ്റെ കൂടെയും കഴിക്കാൻ നല്ലതായിരിക്കും. ഡെയിലി സാലഡ് കഴിക്കുന്നത് പോലെ തന്നെ പ്രധാനമാണ് ഡെയിലി ഏതെങ്കിലും ഫ്രൂട്ട് കഴിക്കുന്നത്. അത് മിക്സായിട്ടുള്ള ഫ്രൂട്ടാണെങ്കിൽ കൂടുതൽ നല്ലതാണ്, അതും കളർഫുള്ളായിട്ടുള്ള ഫ്രൂട്ട്സ്. പ്രത്യേകിച്ച് 50 വയസ്സിന് ശേഷം പ്രായമുള്ളവർ നിത്യേന ഫ്രൂട്ട്സ് കഴിക്കണം. കോൺസ്റ്റിപ്പേഷൻ്റെ പ്രശ്നമൊക്കെ ചിലർക്കൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ ഒഴിവാക്കി കിട്ടുകയും ചെയ്യും. ശരീരത്തിന് ആവശ്യമായിട്ടുള്ള വൈറ്റമിൻസും ലഭിക്കും. അതിനുവേണ്ടി വിലപിടിപ്പുള്ള പഴങ്ങൾ വേണമെന്നില്ല. നമ്മുടെ വീട്ടിലുള്ള പപ്പായ തന്നെ ധാരാളം. ഒരു മൂട് പപ്പ ഉണ്ടെങ്കിൽ തന്നെ കുറേ നാൾ പപ്പയ്ക്ക പറിക്കാം. ഫ്രൂട്ട്സ് എല്ലാം അരിഞ്ഞ് റെഡിയാക്കിയിട്ടുണ്ട്. മാങ്ങയൊക്കെ ഉണ്ടായിരുന്നു. കർഡ് റൈസ് ആണല്ലോ, അപ്പോൾ അതിനു വേണ്ടി തൈര് വേണം. ഇത് നല്ല കട്ടിയുള്ള തൈരായിരുന്നു. അത് കുറച്ചൊന്ന് അടിച്ചെടുക്കാം. ഇതിൻ്റെ കൂടെ കുറച്ച് വെള്ളം കൂടി ഞാൻ ചേർത്തിട്ടുണ്ട്. ഒരല്പം ഉപ്പ് കൂടി ചേർത്തിട്ടുണ്ട്. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മുടെ ചോറൊരു പാത്രത്തിലേക്കിടാം. പാല് ചേർത്ത് വേവിച്ച റൈസ് ആയതുകൊണ്ട് നല്ലൊരു മണമുണ്ട് ഈ റൈസിന്, പ്രത്യേകിച്ച് സോന മസൂരി ആയതുകൊണ്ട്. തൈര് ചേർക്കുമ്പോൾ അധികം പുളിയില്ലാത്ത തൈരാണെങ്കിൽ കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും. പുളിയാണെങ്കിൽ നമുക്ക് അങ്ങനെ കഴിക്കാൻ പറ്റുകയില്ല. ചിലർക്കൊക്കെ പുളി കൂടുതലുള്ള തൈര് ഇഷ്ടമായിരിക്കും. പക്ഷേ സാധാരണ തമിഴ്നാട്ടിലെ ഹോട്ടലുകളിലൊക്കെ കിട്ടുന്നത് ഇത്തരം പുളിയില്ലാത്ത കർഡ് റൈസാണ്. ഞാൻ ഒരുപാട് കഴിച്ചിട്ടുണ്ട്. തമിഴ്നാട്ടിൽ നിന്നും കഴിച്ചിട്ടുണ്ട്, ബാംഗ്ലൂരിൽ നിന്നൊക്കെ കഴിച്ചിട്ടുണ്ട്. ഇനി ഇതിൽ നല്ലൊരു കടുക് വറുത്ത് ചേർക്കണം. അതിനായിട്ട് നെയ്യാണ് എടുത്തത്. 1 ടീസ്പൂൺ നെയ്യിൽ
1 ടീസ്പൂൺ കടലപ്പരിപ്പും 1 ടീസ്പൂൺ ഉഴുന്നും ചേർത്തിട്ടുണ്ട്. ഒന്ന് ബ്രൗൺ നിറമായി വരുമ്പോഴേക്കും 1/2 ടീസ്പൂൺ കടുക് ചേർക്കാം, 2 വറ്റൽമുളക് ചേർക്കാം. ഇത് ഒന്നുകൂടെ ഒന്ന് ചുമന്ന് വരുമ്പോൾ നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ചേർക്കാം, കപ്പലണ്ടി വേണമെങ്കിലും ചേർക്കാം. ഇതിൽ എന്തൊക്കെ നട്ട്സ് ഉണ്ട് അതൊക്കെ ചേർത്താൽ നല്ലതായിരിക്കും, പക്ഷേ കോമൺ ആയിട്ട് ഇത്രയൊക്കെ മതി. ഇതിൽ കുറച്ച് കറിവേപ്പില കൂടി ചേർക്കാം. റൈസിൽ കുറച്ച് പച്ചമുളക് ചെറുതായി അരിഞ്ഞതും മല്ലിയിലയും കൂടി ചേർക്കാം. ഇനി ഈ കടുക് വറുത്തത് ഇതിലേക്ക് ചേർക്കാം. ഞാൻ ഈ നെയ്യൊന്നും മുഴുവൻ ചേർക്കുന്നില്ല, കുറച്ച് ഹെൽത്തി ആയിട്ടിരിക്കട്ടെ. നെയ്യ് വേണ്ട, ഈ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഇതിലേക്ക് ഇടാം. ഇനി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇത് കുറച്ച് കട്ടിയായിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ വീണ്ടും കുറച്ചുകൂടി തൈര് ചേർക്കാം. ചിലരൊക്കെ പാല് ചേർക്കാറുണ്ട്, പാലിനേക്കാളും നല്ലത് തൈര് തന്നെയാണ്. കുറച്ചുകൂടി കളർഫുള്ളാക്കാൻ വേണ്ടി കുറച്ച് മാതളം കൂടി ചേർക്കാം. ഇത് കാണും പോലെ തന്നെ വളരെ ടേസ്റ്റി ആയിട്ടുള്ളതും വയറിന് നല്ല സുഖവും തണുപ്പും കിട്ടുന്ന ഒന്നാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ ഈ സാലഡ്സ് ഉണ്ടല്ലോ, അതും മുഴുവനും നമുക്ക് കഴിച്ചാലും ഒരു കുഴപ്പമില്ല. വളരെ കുറച്ച് സ്പൈസസ് അല്ലേ ചേർത്തിട്ടുള്ളത്. അതും ഇതിൻ്റെ കൂടെ നമ്മൾ ഫ്രൂട്ട്സും കഴിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഈ ഒരു കർഡ് റൈസും സലാഡും ഈ ഫ്രൂട്ട് സലാഡും കൂടി ചേർത്തൊന്ന് കഴിച്ച് നോക്കിക്കേ, ഭയങ്കര ടേസ്റ്റാണ്. ആഴ്ചയിൽ 2-3 ദിവസം ഇതൊന്ന് തയ്യാറാക്കി നോക്കിക്കേ. നമുക്ക് ജോലിയും എളുപ്പമുണ്ട്, വയറിനും നല്ല സുഖമാണ് ഈ ചൂട് സമയത്ത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മദേഴ്സ് കുക്കിംഗ് ലാബ്.